ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു നൈസ് ഗേളിൻ്റെ ആറ്റിറ്റ്യൂഡിൽ നിന്നും ഒരു വുമൺ ആയിട്ടുള്ള വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിലോട്ട് മാറാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ഈ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ജസ്റ്റ് ഐ ലൈക്ക് ഇറ്റ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക കൂടി ചെയ്യുക. വീഡിയോ കണ്ടിട്ട് മതി. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഒരു ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന വ്യക്തി ലാസ്റ്റ് മൊമെൻറ്റിൽ വിളിച്ചിട്ട് പറയാണ്, ഇങ്ങനൊരു പ്ലാൻ ഉണ്ട്, നമുക്ക് ഇന്ന സ്ഥലം വരെ ഒന്ന് പോയാലോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നൈസ് ഗേൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ പ്ലാൻ ചെയ്തിരിക്കുന്ന ട്രിപ്പൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് നമുക്കിടെ പിന്നെ പോവാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ സ്നേഹിക്കുന്ന വ്യക്തി ലാസ്റ്റ് മൊമെന്റിൽ ഇൻവൈറ്റ് ചെയ്ത ആ ഒരു കാര്യത്തിലോട്ട് കൂടുതൽ പ്രാധാന്യം കൊടുക്കും, നൈസ് ഗേൾ ആണെങ്കിൽ. നേരെ മറിച്ച് നമ്മളൊരു വുമൺ ആറ്റിറ്റ്യൂഡിലോട്ട് വരുമ്പോൾ നമ്മൾ അവസാന നിമിഷത്തിൽ ഇൻവൈറ്റ് ചെയ്യുന്ന അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഓക്കെ പറയാതെ നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ടി നിൽക്കുകയാണ്, അപ്പം അതിനോട് നോ പറയുക. ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഒരു നൈസ് ഗേളും ഒരു വുമൺ ആറ്റിറ്റ്യൂഡും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ദെൻ രണ്ടാമത്തെ കാര്യത്തിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങൾ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ആ വ്യക്തി നിങ്ങളെ ഒത്തിരി സ്നേഹിക്കണം, നിങ്ങളെ കൂടുതലായിട്ട് ചേസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രീ ആയിട്ടുള്ള ഒരു അഫർമേഷൻ തരാം. ആ അഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ ചേസിങ് അഫർമേഷൻ എന്നൊന്ന് ടെക്സ്റ്റ് ചെയ്യുക, ഫ്രീ ആയിട്ട് അയച്ചു തരാം. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത്, ഒരു സദസ്സിൽ നിന്നോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ ഇൻസൾട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടോ ഒക്കെ ഇൻസൾട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. നൈസ് ഗേൾസ് ആണെങ്കിൽ അത് പോട്ടെ എന്നുള്ളൊരു രീതിയിലായിരിക്കും, അതിങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരു വുമൺ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അതിനെ അത്ര പ്രോത്സാഹിപ്പിക്കില്ല. അവരപ്പം തന്നെ പറയും, അതെനിക്ക് ഹേർട്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അതെനിക്ക് ഫീൽ ആയിട്ടുണ്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ അപ്പം പറഞ്ഞില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ ഉടനെ അവരത് അറിയിച്ചിരിക്കും, എന്തായാലും അതിനെപ്പറ്റി സംസാരിച്ചിരിക്കും എന്നുള്ളതാണ്. അതാണ് ഒരു വുമൺ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്നാൽ നൈസ് ഗേൾ ആണെങ്കിൽ അത് പോട്ടെ പോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ എൻകറേജ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അത് വീണ്ടും വീണ്ടും നമ്മളെ തന്നെ വേദനിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ നിങ്ങളൊരു വുമൺ ആറ്റിറ്റ്യൂഡിലോട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഒരു നൈസ് ഗേളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ മൂഡിനനുസരിച്ചിട്ട് നമ്മുടെ തന്നെ പേഴ്സണാലിറ്റി ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് തയ്യാറാവും. പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പേഴ്സണാലിറ്റി ഒക്കെ മാറ്റിയിട്ട് ആളുടെ ഹാപ്പിനെസ് ആണ് വലുത് എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക നൈസ് ഗേൾസെ. നേരെ മറിച്ച് വുമൺ ആറ്റിറ്റ്യൂഡിലോട്ട് വരുമ്പോൾ, അവരുടെ ഹാബിറ്റ്സിലോട്ട് വരുമ്പോൾ അവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം പേഴ്സണാലിറ്റിയിൽ അവർ ഉറച്ചു നിൽക്കും. അതിന് വാല്യൂ ഉണ്ടെന്ന് അവർക്ക് ഉറപ്പാണ്. കാരണം അവർ അതിന് വേണ്ടിയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും എന്നുള്ളതാണ്. അവരുടെ പേഴ്സണാലിറ്റി മാറ്റാൻ തയ്യാറാകത്തില്ല. നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ അത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മാറ്റേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ചെയ്ത് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു യുണീക്നെസ് ആയിരിക്കും. അതൊരിക്കലും നമ്മൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. സോ നൈസ് ഗേള് പേഴ്സണാലിറ്റി വരെ അഡ്ജസ്റ്റ് ചെയ്യും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മൂഡിനനുസരിച്ച്. പക്ഷെ വുമൺ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ വുമൺ ഹാബിറ്റ്സിലോട്ട് വരുമ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നൈസ് ഗേൾസ് ആണെങ്കിൽ അവർ കംഫർട്ടബിൾ അല്ലെങ്കിൽ കൂടി അവരതിനോട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, എന്തായാലും ആൾ ആവശ്യപ്പെട്ടതല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നിന്നു കൊടുക്കും, പോട്ടെ 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 എന്നുള്ള രീതിയിൽ. പക്ഷേ വുമൺ ആണെങ്കിൽ അവർ ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റിന് അല്ലെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്റ്റിനൊന്നും തയ്യാറല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്പം കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവരവിടെ നോ പറയും. ഇന്ന് പറ്റില്ല കേട്ടോ, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ കംഫർട്ടബിളല്ല, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് മൂഡില്ല, അല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അത് സ്ട്രൈറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും വുമൺ ഹാബിറ്റ് ഉള്ള ആളുകൾ. നൈസ് ഗേൾസ് ആണെങ്കിൽ അവർ പെയിൻഫുള്ളായിട്ട് വേദനിച്ചാലും അതിങ്ങനെ ഓക്കെ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർഗീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് തൻ്റെ പാർട്ട്ണർ വരുത്തുക അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി വരുത്തുന്ന സമയത്ത്
അത് കുഴപ്പമില്ല ശരിയായിക്കോളും എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ എല്ലാം ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ടേയിരിക്കും. ആര്? നൈസ് ഗേൾ ഹാബിറ്റ്സിലാണ് നമ്മളിത് പറയുന്നത്. നേരെ മറിച്ച് ഒരു വുമൺ ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു തെറ്റ് അവരുടെ ഭാഗത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവരോട് ജസ്റ്റ് അതിനെ പറ്റിയിട്ട് ഓപ്പണായിട്ട് സംസാരിക്കും എന്നുള്ളതാണ്. സ്ട്രൈറ്റ് ആയിട്ട് സംസാരിക്കും.